വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പൊതു താൽപ്പര്യ ഹർജിയുടെ അമരക്കാരായി കണക്കാക്കുന്നത് VR കൃഷ്ണയ്യർ, PN ഭഗവതി എന്നിവരെയാണ് ഇന്ത്യയിൽ പൊതു താൽപ്പര്യ ഹർജിയുടെ അമരക്കാരായി കണക്കാക്കുന്നത്. 1960കളിൽ അമേരിക്കയിലാണ് പൊതു താൽപ്പര്യ ഹർജി എന്ന ആശയം ആവിർഭവിച്ചത്. പൊതു താൽപ്പര്യ ഹർജി എന്ന ആശയം ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് PN ഭഗവതിയാണ്. ഈ ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്ന്. പൊതു താൽപ്പര്യ ഹർജി, സാമൂഹ്യ പ്രവർത്തന ഹർജി എന്നിവയിലൂടെയാണ് ഇന്ത്യയിൽ ജുഡീഷ്യൽ ആക്ടിവിസം ശക്തിപ്പെട്ടത്. എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം? കോടതികൾ നിയമങ്ങളുടെ ന്യായമായ വ്യത്യാസങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വിശാലമായ സാമൂഹ്യ ഇടപെടൽ കൂടി സൃഷ്ടിക്കുന്നതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. കോടതികൾ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നത് ജുഡീഷ്യൽ ആക്ടിവിസത്തിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ ആദ്യമായി പൊതു താൽപ്പര്യ ഹർജി സമർപ്പിച്ചത് പുഷ്പ കപില ഹിംഗോറാണിയാണ്. പൊതു താൽപ്പര്യ ഹർജിയുടെ മാതാവായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ PIL, മദർ ഓഫ് PIL എന്നറിയപ്പെടുന്നത് പുഷ്പ കപില ഹിംഗോറാണി. അടുത്ത ചോദ്യം, ജുഡീഷ്യൽ റിവ്യൂവിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ എന്തെല്ലാം? ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ നിയമപരമാണെന്ന് ഉറപ്പുവരുത്തുക, ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനഃപരിശോധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 13 ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. നീതിന്യായ പുനഃപരിശോധന അഥവാ ജുഡീഷ്യൽ റിവ്യൂവിന് 3 വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. 1 നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവലോകനം, 2 ഭരണപരമായ പ്രവർത്തനങ്ങളുടെ അവലോകനം, 3 ജുഡീഷ്യൽ തീരുമാനങ്ങളുടെ അവലോകനം. സുപ്രീം കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32 ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ്. നിയമവാഴ്ച എന്ന ആശയത്തിന്റെ വക്താവ് AV ഡൈസി. AV ഡൈസിയാണ് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ എന്ന ആശയത്തിന്റെ വക്താവ്. റൂൾ ഓഫ് ലോ എന്ന ആശയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന AV ഡൈസിയുടെ ബുക്കാണ് ഇൻട്രഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ദ ലോ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻട്രഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ദ ലോ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ബുക്ക് എഴുതിയത് AV ഡൈസി. ഇതിലാണ് നിയമവാഴ്ചയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. AV ഡൈസിയുടെ അഭിപ്രായത്തിൽ റൂൾ ഓഫ് ലോയുടെ 3 തത്വങ്ങൾ: 1 സുപ്രീമസി ഓഫ് ലോ, 2 ഇക്വാലിറ്റി ബിഫോർ ലോ, 3 പ്രിഡോമിനൻസ് ഓഫ് ദി ലീഗൽ സ്പിരിറ്റ്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 14. 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലാണ് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയാണെന്ന് പരാമർശിച്ചിട്ടുള്ളത്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് 1973. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഫെഡറൽ ഭരണ സംവിധാനമുള്ള രാജ്യങ്ങൾ: കാനഡ, അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, മെക്സിക്കോ, അർജന്റീന. ഇന്ത്യ ഫെഡറൽ ഭരണ സംവിധാനം എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഇപ്പോൾ ഫെഡറൽ സംവിധാനം എന്ന ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാജ്യം അമേരിക്കയാണ്. ചില വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും തുല്യമായിട്ട് അധികാരം നൽകുന്നതിനെയാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെഡറൽ സംവിധാനത്തിൽ മേൽക്കൈ എപ്പോഴും കേന്ദ്ര ഗവൺമെന്റുകൾക്കായിരിക്കും ഉണ്ടായിരിക്കുക. ദേശീയ പാർട്ടി പദവിയുള്ള ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഒരേ ഒരു പാർട്ടിയാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി. ദേശീയ പാർട്ടി പദവിയുള്ള ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ഒരേ ഒരു പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി. നാഷണൽ പീപ്പിൾസ് പാർട്ടി സ്ഥാപിച്ചത് 2013 PA സാഗ്മയാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടീൻ്റെ സ്ഥാപകൻ. 2013 ജനുവരി 6 നാഷണൽ പീപ്പിൾസ് പാർട്ടി അഥവാ NPP സ്ഥാപിതമായത്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28. AO ഹ്യൂമാണ് സ്ഥാപകൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ മാർക്സിസ്റ്റ് CPIM സ്ഥാപിതമായത് 1964 നവംബർ 7 സ്ഥാപകൻ MN റോയ്. 1980 ഏപ്രിൽ 6 AB വാജ്പേയി, LK അദ്വാനി ഇവർ നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP. BJPയുടെ ആദ്യകാല രൂപമായിരുന്നു ജനസംഘം. ശ്യാമപ്രസാദ് മുഖർജിയാണ് സ്ഥാപിച്ചത്.
അടുത്ത ചോദ്യം, ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റി വിച്ഛിന്നത. ഉപരി മാൻഡിലിനെയും അധോ മാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റി വിച്ഛിന്നത. ഭൂവൽക്കത്തിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മൊഹറോവിസ്ക് വിച്ഛിന്നത. മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ വിച്ഛിന്നത. സിയാലിനെയും സിമയെയും വേർതിരിക്കുന്നത് കോൺറാഡ് വിച്ഛിന്നത. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്